ഫ്രണ്ട്സ്, അഖിൽ ശ്യാമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിന്റെ സൈഡിൽ നിന്ന് അഖിലും ശ്യാമയും കൂടി ചരട് മാറ്റിയതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവരെ നോക്കാൻ വന്ന ജഗൻ അത് കാണുന്നു. മായയെ അവിടെ അല്പം മാറി നിൽക്കാൻ ജഗൻ വന്ന് പറയുന്നുണ്ട്. ജഗൻ അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി കൊണ്ട് തൻ്റെ മുഖം മൂടിക്കെട്ടുകയാണ്. ആളെ മനസ്സിലാവാതിരിക്കാനാണ് അങ്ങനെയൊരു മാറ്റം. ജഗൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അഖിലിന്റെ നേരെ വീശുന്നു. ശ്യാമ വല്ലാണ്ട് പേടിച്ചു പോയി. അഖിൽ സാർ എന്ന് പറഞ്ഞ് ശ്യാമ അലറി വിളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് നേരത്തെ കണ്ട അമ്മ അവിടേക്ക് വന്നത്. നിർത്ത് എന്ന് പറയുന്നു. അമ്പലത്തിൽ വരുന്ന ഭക്തരെ ആക്രമിക്കുന്നോ എന്ന അമ്മ പറയുന്നുണ്ട്. മാറി നിൽക്ക് തള്ളെ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ജഗൻ ആ അമ്മയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആ അമ്മയിൽ നിന്നും എന്തോ ഒന്ന് ജഗനിലേക്ക് വരുന്നു. അതോടെ പെട്ടെന്ന് തന്നെ ജഗൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ദുഷ്ടചിന്തകളുമായിട്ട് ഈ അമ്പലത്തിൽ വന്നവനാണ് അവൻ എന്ന അമ്മ പറയുന്നു. ജഗന്റെ ആക്രമം കാരണം അഖിലിന്റെ കയ്യിൽ ചെറിയൊരു പാട് പറ്റിയിട്ടുണ്ട്. സാർ, ആ ചരട് മാറ്റരുതെന്ന് ഞാൻ പറഞ്ഞതാ എന്ന് ശ്യാമ പറയുന്നു. പെട്ടെന്ന് അമ്മയെ അവിടെ നോക്കിയപ്പോൾ അമ്മയെ അവിടെ ഒന്നും കാണുന്നില്ല. അയ്യോ, ആ അമ്മ എവിടെ എന്ന് ശ്യാമ ചോദിക്കുന്നു. അവിടേക്ക് മറ്റൊരാൾ വന്നു. ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് അറിയാനായിട്ട്. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു എന്നും ചോദിക്കുന്നു. ആരാണെന്നറിയില്ല, ഒരാൾ ആക്രമിക്കാൻ വേണ്ടി വന്നു, മുഖം മറച്ചിട്ടുള്ള ഒരാൾ എന്ന് ശ്യാമ പറയുന്നു. ഇവിടുത്തെ ഒരു അമ്മയില്ലേ, ശൈലജാമ്മ, അവരാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്നും ശ്യാമ പറയുന്നുണ്ട്. അത് കേട്ട് വന്ന അയാൾ പറയുന്നു, ഇവിടുത്തെ അമ്മയോ, അതാരാ? ഈ അമ്പലത്തിലെ ആളാണെന്ന് പറഞ്ഞു എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും പറയുന്നു, ഈ അമ്പലത്തിൽ അങ്ങനെ ഒരാളില്ല. അല്ല, ഒരു പാറു എന്ന് പേരുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒരു പേരില്ല, അവർ വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. സാർ, നമുക്ക് തിരിച്ചു പോകാമെന്ന് ടെൻഷനോടെ പറയുകയാണ് ശ്യാമ. ഇതേ സമയം വസുന്ധരാമ്മ അവരെ അന്വേഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അഖിലും ശ്യാമയും പൂജയൊക്കെ കഴിഞ്ഞ് ആനന്ദ നിലയത്തിലേക്ക് തിരിച്ചെത്തിയത്. വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് വസുന്ധരയും വർമ്മയും അവരോട്. പൂജ കഴിഞ്ഞു വന്നപ്പോൾ ശുഭകാര്യം തന്നെ പറയാം. മോൾ അപ്രൂവ് ചെയ്ത പാക്കറ്റുകളായിരിക്കും ഇനി നമ്മുടെ പ്രോഡക്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അത് കേട്ട് ശ്യാമയും അഖിലും ഒരുപാട് സന്തോഷമാകുന്നു. അതുപോലെ അന്ന് പാചക മത്സരത്തിൽ മോൾ ഉണ്ടാക്കിയ റെസിപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ചേരുവകൾ ശ്യാമ സ്പൈസസ് എന്ന പേരിൽ കമ്പനിയിൽ ഇറങ്ങും. മോൾക്കായിരിക്കും അതിൻ്റെ ഫുൾ ചാർജ്. കമ്മിറ്റി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം GM മോൾക്ക് അയച്ചു തരും. അപ്പോൾ ഐശ്വര്യമായിട്ട് ഒരു ഷേക്ക് ഹാൻഡ് തന്നേ എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക, ഞാനും ആദ്യം ഓഫീസിലേക്ക് പോവാണ് എന്ന് വർമ്മ പറയുന്നുണ്ട്. അമ്മയെ ജയന്തി എടുത്തി വന്നില്ലേ എന്ന് ശ്യാമ അമ്മയോട് ചോദിക്കുന്നു. ഇന്നോ നാളെയോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മയും പറയുന്നു. അങ്ങനെ അവർ മുകളിലേക്ക് പോകുന്ന സമയം ആദി അഖിലിനെ പിടിച്ചിട്ട് പറയുന്നു, എന്താടാ കൈ മുറിഞ്ഞിരിക്കുന്നത് പോലെ? ഒന്നുമില്ലേട്ടാ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. വർമ്മയും നോക്കുന്നു. കൈ ഒന്ന് ഉറഞ്ഞതിൻ്റെ ചെറിയൊരു പാടുണ്ട് അഖിലിന്റെ ശരീരത്ത്. മോളെ, നിനക്കിതിനെ കുറിച്ച് വല്ലതും അറിയോ എന്ന് അപ്പച്ചി ഐശ്വര്യയോട് ചോദിക്കുന്നു. ഒന്ന് പോ അപ്പച്ചി എന്ന് ഐശ്വര്യയും. കൈ ഉറഞ്ഞോ? കൈ ഉറയുന്നത് ഇങ്ങനെയാണോ? എന്താ ശ്യാമേ, എന്താ സംഭവിച്ചത് എന്ന് ആദി രണ്ടുപേരോടുമായി ചോദിക്കുന്നു. പറയാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെ ആരോ അഖിൽ സാറിനെ അപായപ്പെടുത്താൻ നോക്കിയതാണ് എന്ന് ശ്യാമ പറഞ്ഞതും എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു. എന്നാൽ അപ്പച്ചിക്ക് സംശയം ഐശ്വര്യയിലാണ്. അമ്മയെ, കുഴപ്പമൊന്നുമില്ല. ആരാള്? നീ പോലീസിൽ റിപ്പോർട്ട് ചെയ്തോ എന്നൊക്കെ വർമ്മ ചോദിക്കുന്നുണ്ട്. മുഖം വ്യക്തമല്ല, മുഖം മറച്ചിരുന്നു. അച്ഛാ, അത് സാരമില്ല, ഒരു കുഴപ്പമില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, നിനക്ക് ആരാ മോനെ ശത്രുക്കൾ? എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അമ്മ വിഷമിക്കേണ്ട, അഖിൽ സാറ് പറഞ്ഞതുപോലെ ആളുമാറി സംഭവിച്ചതായിരിക്കും എന്നൊക്കെ ശ്യാമയും പറയുന്നുണ്ട്. അവിടേക്ക് അമൃത വരുന്നു. ഓഫീസിൽ പോകാൻ നേരമായില്ലേ എന്ന് പറഞ്ഞ് അഖിൽ അവരെയൊക്കെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു. ഏട്ടാ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്യാമ കൊണ്ടുവന്ന പ്രസാദം എല്ലാവർക്കും തൊട്ടു കൊടുക്കുന്നുണ്ട്. ആദിക്കും അച്ഛനും തൊട്ടു കൊടുത്തു. എന്നാൽ ഇതൊന്നും അമൃതയ്ക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. അഖി, ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് പേടിയാവുന്നു മോനെ എന്ന് വസുന്ധര പറഞ്ഞതും അഖിൽ പറയുന്നു, വിഷമിക്കാതമ്മേ, ഇതൊക്കെ സില്ലി കാര്യങ്ങളല്ലേ, ഒന്നുമില്ല, അവർക്ക് ആള് മാറിയതാണ്. അപ്പോൾ ഐശ്വര്യയുടെ അടുത്ത് പ്രസാദവും കൊണ്ട് വന്നിരിക്കുകയാണ് ശ്യാമ. എന്നെ ഇവള് സംശയിക്കാൻ പാടില്ല, സ്നേഹത്തോടെ നിൽക്കാം എന്ന് പറഞ്ഞ് ഐശ്വര്യ ശ്യാമയോട് പറയുന്നു. ചെങ്കൽ ക്ഷേത്രത്തിലെ പ്രസാദം ഇടാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമാണ്. ഇട്ടോളൂ ശ്യാമ എന്ന് പറഞ്ഞ് ഐശ്വര്യ നിൽക്കുന്നു. എന്തായാലും എടുത്തി ആക്രമിക്കാൻ വന്നത് ആരായാലും അയാൾക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. അല്ല, അത് കേട്ടപ്പോൾ ഏട്ടത്തി എന്തിനാ ഞെട്ടുന്നത്? ഏട്ടത്തിയുടെ ഞെട്ടൽ കണ്ടാൽ തോന്നും ഏട്ടത്തിക്ക് അറിയാവുന്ന ആരോ ആണെന്ന്
എന്നൊക്കെ അഖിൽ ഐശ്വര്യയോട് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ആരുമല്ല, അവർക്ക് അടികിട്ടി എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഞെട്ടിയതാണ്. മോളെ, ഞാൻ ഈ പ്രസാദം പൂജാമുറിയിൽ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസാദവും എടുത്ത് പൂജാമുറിയിലേക്ക് പോവുകയാണ് വസുന്ധരാമ്മ. ശ്യാമ അപ്പച്ചിക്ക് തൊട്ടുകൊടുക്കാൻ പോയപ്പോൾ അപ്പച്ചി പറയുന്നു, പുണ്യം ചെയ്ത കൈകൊണ്ടാണ് എനിക്ക് പ്രസാദം ഇടാൻ പോകുന്നത്, ഇതിലും പുണ്യം വേറെ എന്തുണ്ട്? ഒടുവിൽ ശ്യാമ അമൃതയുടെ അടുത്തേക്ക് വന്നു. എടുത്തി, ഇത് ചെങ്കൽ ക്ഷേത്രത്തിലെ പ്രസാദമാണ് ഇതാ എന്ന് പറഞ്ഞ്. എന്നാൽ ആ പ്രസാദം ദേഷ്യത്തോടെ തട്ടിക്കളയുകയാണ് അമൃത. ഈ പ്രസാദം നിന്റെ കൈകൊണ്ട് എന്റെ നെറ്റിയിലിടരുത്, കൊണ്ടുപോ എന്നെ ദേഷ്യത്തോടെ അമൃത പറഞ്ഞപ്പോൾ അഖിൽ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, എന്താ എടുത്തി, ഇവളൊരു പാവമല്ലേ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു പാവം. അമൃത പറയുന്നു, അഖിയോട് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എടുത്തി, അതല്ല ശ്യാമ ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഐശ്വര്യ വന്നിട്ട് പറയുന്നു, ശ്യാമേ, അഖിൽ നിങ്ങൾ ചെല്ല്. അമൃതയെടുത്തി ശ്യാമയെ വിഷമിപ്പിക്കാതെ. എന്നാൽ ഐശ്വര്യയുടെ കൈയും തട്ടി മാറ്റിയിട്ട് അമൃത പറയുന്നുണ്ട്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വസുന്ധര അവിടേക്ക് അവിടുത്തെ ബഹളമൊക്കെ കേട്ട് വന്നിട്ട് പറയുന്നു, എന്താ ഇവിടെ ഒരു ബഹളം, എന്താ മോളെ, എന്താ കാര്യം? ശ്യാമയും അഖിലും മുകളിലേക്ക് പോകുന്നു. ഇവരുടെ പ്രശ്നത്തിനെ കുറിച്ച് അറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് വസുന്ധരാമ്മ. മുറിയിലേക്ക് പോയതും പൊട്ടിക്കരയുകയാണ് ശ്യാമ. അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു. എന്തിനാ അമൃതയെടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്ന് ശ്യാമ പറഞ്ഞതും അഖിൽ പറയുന്നുണ്ട്, എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതെന്താണെന്ന് മാത്രം അറിയില്ല. ഇവരുടെ സംസാരം മറിഞ്ഞിരുന്ന് കേൾക്കുകയാണ് ഐശ്വര്യ. എന്നിട്ട് പറയുന്നു, അതെ, ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ. ശ്യാമെ, എന്താ നീയും അമൃതയെടുത്തിയും തമ്മിലുള്ള പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട്. ഇല്ല എടുത്തി, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് ശ്യാമ പറയുന്നു. ശ്യാമയ്ക്ക് കാണില്ല, പക്ഷേ അമൃതയെടുത്തേക്ക് നല്ല പ്രശ്നമുണ്ട്. സത്യം, എനിക്ക് ശ്യാമയോട് ചില ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു, അത് മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അമൃതയെടുത്തിയുടെ വഴക്ക് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് ശ്യാമേ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങളുടെ കല്യാണത്തിന് ഒരു തടസ്സം തന്നെ ഉണ്ടായേക്കാം. അത് കേട്ട് ഞെട്ടലോടെ ശ്യാമ ഐശ്വര്യയെ നോക്കുന്നു. അതുകൊണ്ട് എന്തും നേരിടാൻ തയ്യാറായിരിക്കുന്നതാണ് നല്ലത് എന്ന് ഐശ്വര്യ പറഞ്ഞതും ടെൻഷനോടെ ശ്യാമ പറയുന്നുണ്ട്, ഇതിന് മാത്രം ഈശ്വര എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്തായാലും വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കും, അത് ഉറപ്പാണെന്ന് ഐശ്വര്യ പറഞ്ഞതും അഖിൽ ഐശ്വര്യയോട് പറയുന്നു, വിവാഹത്തിന് മുമ്പ് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരും മനക്കോട്ട കെട്ടുകയും വേണ്ട. അതെന്താക്കി അങ്ങനെ പറയുന്നത്? അത് പറയുന്നത് കേട്ടാൽ എനിക്ക് ഇതിൽ എന്തോ പ്രത്യേക താല്പര്യമുള്ളതുപോലെയാണല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ഇവിടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ നിങ്ങൾ ഒരാളാണ്. ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട്, അഖി സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. ഇവരുടെ സംസാരം നിർത്താൻ ശ്രമിക്കുകയാണ് ശ്യാമ. കുറ്റം ചെയ്തതോ എന്ന് വെച്ചാൽ ഞാനെന്തോ കുറ്റം ചെയ്തതുപോലെയാണല്ലോ കാര്യങ്ങൾ. ഞാൻ വന്ന് പറഞ്ഞപ്പോൾ എന്നെ അവഹേളിക്കുന്നോ? അത് കേട്ട് അഖിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വലിയ പുണ്യമതിയൊന്നും ആവണ്ട. ഞാൻ പലതും കണ്ടില്ല എന്ന് നടിക്കുന്നത് നിങ്ങൾ എൻ്റെ ഏട്ടത്തി ആയതുകൊണ്ടാണ്, ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട്. ശ്യാമയെ അമ്മ അംഗീകരിച്ചത് നിങ്ങൾക്കിഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം. ഏട്ടാ, ഒന്നും പറയല്ല, ഇതൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ളതല്ലേ എന്ന് ശ്യാമ പറയുന്നു. ഇല്ല, എനിക്ക് ഇന്നിവരോട് സംസാരിച്ചേ പറ്റൂ. വേണ്ട എന്ന് വിചാരിച്ച് ഇത്രയും നേരം ഉള്ളിൽ വെച്ചിരുന്നതാണ് ഞാൻ. നിങ്ങൾ വിഷമാണ്. നല്ല ആൾക്കാർ പോലും നിങ്ങളുടെ അടുത്ത് ചേർന്നാൽ ചീത്തയായി പോകും. അമൃതയെടുത്തേക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അഖിൽ. എടുത്തി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എടുത്തി ഒന്ന് പോകൂ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. എന്നെ വിഷമൊന്ന് വൃത്തികെട്ടവളും എന്ന് വിളിച്ചിട്ട് എല്ലാം കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകണമെന്നോ? അഖി, നീ എന്നെ ഭരിക്കാറായിട്ടില്ലെന്ന് ഐശ്വര്യ പറയുന്നു. എല്ലാം എനിക്കറിയാം, നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തത് എന്നെക്കൊണ്ട് സാധിക്കുമോ? പക്ഷേ ഒരു കാര്യം, ഇനി ഇവളെ കണ്ണീര് കുടിപ്പിക്കാനാ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ കല്യാണം നടക്കരുത് എന്നല്ലേ മനസ്സിൽ? ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. 15-ാം തീയതി നേരം വെളുക്കുമ്പോൾ ഞാൻ ഇവളുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടിയിരിക്കും. അതിനിടയിൽ എന്തെങ്കിലും ഉടായിപ്പുമായിട്ട് വന്നാൽ ആ സമയത്ത് എന്താ ഇവിടെ ഒരു ബഹളവും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് വസുന്ധര ടെൻഷനോടെ അവിടെ എത്തിയത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറിത്തരണം, അത്രയേ ഉള്ളൂ എന്ന് ഐശ്വര്യ പറയുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത് ശ്യാമേ, എന്താണ് എന്നൊക്കെ അമ്മ ചോദിക്കുന്നു. അമൃതയെടുത്ത് ദേഷ്യം കാണിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നോ എന്ന് ശ്യാമയും പറയുന്നു. പിന്നെ ഇവ പറയാണ് ഞാൻ വിഷുവാണെന്ന്. ഞാനാണ് അമൃതയെടുത്ത് ശ്യാമയും തമ്മിൽ തെറ്റിക്കുന്നത് എന്നൊക്കെ അഖിൽ പറയുന്നു. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അഖി, നിർത്ത്. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു വരുവാണല്ലോ. മുമ്പ് അച്ഛൻ്റെയും എൻ്റെയും മുന്നിൽ വെച്ച് നിങ്ങളിങ്ങനെ സംസാരിക്കത്തേ ഇല്ലായിരുന്നോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടിട്ട് പോലും ഒരു മൈൻഡ് പോലും ഇല്ല എന്ന് അമ്മ പറയുന്നു. സോറി അമ്മേ, സോറി എന്ന് അഖിയും പറയുന്നു.
ദേ ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. വിവാഹത്തിന് ഇനി 3-4 ദിവസങ്ങളേ ഉള്ളൂ. ഇവിടെ അമൃതയ്ക്കെന്നല്ല ആർക്ക് വിഷമമായാലും ഞാനതൊന്നും കാര്യമാക്കില്ല. ഈ വിവാഹം അങ്ങേയറ്റം സന്തോഷത്തോടെ നടക്കും. അതുവരെ ഈ വീട്ടിൽ ആരും ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും നടക്കരുത്. കാത്തിരുന്നോടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ദേ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് വസുന്ധരയും. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ, സോറി എന്നൊക്കെ അഖിലും. അമ്മേ സോറി, ഞാനും ശ്രദ്ധിച്ചോളാം എന്ന് ശ്യാമയും പറയുന്നുണ്ട്. പോട്ടെ, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് വസുന്ധരയും അവിടെ നിന്നും പോവുകയാണ്. അഖി ദേഷ്യത്തിലാണ്. സാർ, എനിക്കെന്തോ പേടി തോന്നുന്നു എന്ന് ശ്യാമ പറഞ്ഞതും ഒന്നും പേടിക്കാത്തടോ, ഞാനില്ലേ തൻ്റെ കൂടെ എന്ന് അഖിൽ പറയുന്നു. എന്താ സാർ, എന്താ, ഒന്നുകൂടി പറയൂ എന്ന് ശ്യാമ പറയുന്നു. ആ കാര്യം ഒന്നുകൂടി പറയുകയാണ് അഖിൽ. അത് കേട്ട് ശ്യാമ സന്തോഷത്തോടെ ഇരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ജഗനും ഐശ്വര്യയും തമ്മിൽ പുറത്ത് വെച്ച് കാണുന്നു. കല്യാണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. നാളെ അവരുടെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് ഐശ്വര്യ പറയുന്നു. ഇവർ 2 തവണ താലി കെട്ടി. അതുമാത്രമല്ല, വിവാഹിതരായിട്ടാണ് ജീവിക്കുന്നതും. പിന്നെ വിവാഹം നടന്നാലെന്ത് നടന്നില്ലെങ്കിലെന്ത് എന്ന് ജഗൻ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നാളെ നടക്കാൻ പോകുന്ന വിവാഹമാണ് ഇവരുടെ യഥാർത്ഥ വിവാഹം. എല്ലാവരും ഇപ്പോൾ ഈ ദിവസത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നാളത്തെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണം. അതോടെ ശ്യാമ ജയിക്കും. ഇത് മുടക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് ജഗൻ ചോദിച്ചതും അമൃതയെടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ ചില സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമൃത എന്തെങ്കിലും ചെയ്ത് മുടക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അപ്പച്ചിയെ വെച്ച് ഞാനൊരു നീക്കം നടത്തും. അവളുടെ താലിയും വസ്ത്രങ്ങളും ഞാൻ നശിപ്പിക്കും. അതില്ലാണ്ടായാൽ വിവാഹം മുടങ്ങും എന്ന് ഐശ്വര്യ പറഞ്ഞതും ജഗൻ പറയുന്നു. ഇതിനെ രണ്ടിനെയും ഇല്ലാണ്ടാക്കാൻ ഞാനൊരു നീക്കം ചെയ്യും. രാവിലെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇടിച്ചു കയറി വരും. ഒരു ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടാകും. അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യനെ വിളിക്കണം. കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കണമെന്നും ജഗൻ ഐശ്വര്യയോട് പറയുന്നു. ശേഷം കാണിക്കുന്നത് വിവേകും അഖിലും തമ്മിൽ പുറത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നു. ശ്യാമയുടെ കൃഷ്ണതുളസി എന്ന പാട്ടിൽ അടുത്ത ഗാനം ഇറങ്ങാൻ പോകുന്നു. അഖിൽ പറയുന്നു, ആ കാര്യം നമ്മൾ കുറച്ചുകൂടി ആലോചിച്ചിട്ട് മതി. ശ്യാമ മെന്റലി അപ്സെറ്റാണ്. എന്താ കാര്യം എന്ന് വിവേക് ചോദിക്കുന്നു. അമൃതയിടത്തേക്ക് ശ്യാമയോട് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു അവർ. സ്വന്തം സഹോദരിയെ പോലെയുള്ള സ്നേഹമായിരുന്നു അവർ തമ്മിൽ. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് തകിടം മറിഞ്ഞു. എന്താണെന്ന് അറിയില്ല. അമൃതയിടത്തേക്ക് കടുത്ത വൈരാഗ്യമാണ് ശ്യാമയോട് എന്നൊക്കെ വിഷമത്തോടെയാണ് അഖിൽ വിവേകിനോട് പറയുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.